ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്നുള്ള വാക്യം എഴുതിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ആത്മാവിനെ ദൈവത്തിന്റെ സന്നിധി ഭരമേൽപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ പരിശുദ്ധാത്മാവും ദാവീദിന്റെ ആത്മാവുമായിരുന്നു പിന്നെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമുക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ആത്മാവിനെ പർപ്പസ്ഫുള്ളി ഹല്ലേലൂയ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുക. ഹല്ലേലൂയ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോൾ മിക്കവാറും സാത്താൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആ ജഡമോഹം, കൺമോഹം, ആ ഒരു ജീവനത്തിന്റെ പ്രതാപം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ കയറി നമ്മുടെ സ്പിരിറ്റിനെ അക്സസ് ചെയ്ത് ആ സ്പിരിറ്റ് നമ്മളെ തോന്നിപ്പിക്കുന്ന തോന്നലിൽ ഓരോ പരീക്ഷയുമായി വന്ന് നമ്മളെ വീഴ്ച കളയാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. കാരണം യേശുവിന്റെ കാര്യത്തിൽ യേശു ഒരു തരത്തിലുള്ള കോംപ്രമൈസും അവിടെ പറഞ്ഞില്ല. പകരം ദൈവത്തിന്റെ ആ സിസ്റ്റത്തിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് നമുക്കും